പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ CPM-ൽ ശാരീരിക സംഘട്ടനം ആരംഭിച്ചു കഴിഞ്ഞു. UDF പത്തനംതിട്ടയിൽ വിജയമുറപ്പിച്ചു കഴിഞ്ഞു എന്നും അറിയിച്ചുകൊണ്ട് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഇന്നലെ ഒരു CPI-യുടെ ജില്ലാ കമ്മിറ്റി അംഗം ഷുക്കൂർ ആയിരുന്നു. അദ്ദേഹത്തിന് 8 പഞ്ചായത്തുകളുടെ ചുമതല ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇപ്പോഴിതാ CPM-ന്റെ സംസ്ഥാന നേതാക്കളായ മുൻ MLA-യും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയായ നേതാക്കൾ പരസ്യമായി പരസ്പരം മർദ്ദനം തന്നെ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയത്തിലാണ് തർക്കം നടന്നത്. പ്രചരണം മന്ദഗതിയിലാണ് എന്ന് മുൻ MLA-യും തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന A. പത്മകുമാർ തുറന്നടിച്ചു. എന്നാൽ പത്മകുമാറിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയാണ് തർക്കമുണ്ടായതും പിന്നാലെ ഇത് കയ്യാങ്കളിയിലെത്തുകയും ചെയ്തത്. സെക്രട്ടേറിയറ്റ് അംഗമായ ഹർഷകുമാറും പത്മകുമാറും തമ്മിൽ ആദ്യം വാക്കേറ്റം നടക്കുകയും പിന്നീട് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു വിഭാഗം CPM നേതാക്കൾ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതായി പത്മകുമാർ വിവരിക്കുകയായിരുന്നു. ആദ്യഘട്ട പ്രചരണത്തിൽ ഐസക്കിന് വിജയസാധ്യത ഉണ്ടായിരുന്നതായും എന്നാൽ പിന്നീട് പ്രചരണം മോശമാണെന്നും പത്മകുമാർ യോഗത്തിൽ തുറന്നടിക്കുകയും രാജ്യഭീഷണി മുഴക്കുകയും ചെയ്തു. ഇതങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ എന്നാൽ പിന്നെ 2 കൊടുത്തിട്ട് തന്നെ കാര്യമെന്ന് ചിന്തിച്ചതാകാം കാര്യം കയ്യാങ്കളിയിലെത്തിയത്. ഏതായാലും CPM-ലെയും ഇടതുമുന്നണിയിലെയും തമ്മിൽ തല്ല് ഏറ്റവും അധികം ദൃശ്യമാകുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. CPM-ൽ ഒന്നും സാധാരണ കാണാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയാം 2019-ൽ ശക്തമായൊരു ത്രികോണ മത്സരം നടന്ന മണ്ഡലമായിരുന്നു പത്തനംതിട്ട. ശബരിമല വിഷയം കത്തിനിന്ന സമയത്ത് ശബരിമല ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിലേക്ക് K. സുരേന്ദ്രൻ എത്തിയതാണ് പോരാട്ടം ത്രികോണമായത്. ഇത്തവണ ആന്റണിയുടെ മകന് ഒരു മന്ദബുദ്ധി പരിവേഷമാണ് പലരും നൽകുന്നത് എന്നതുകൊണ്ട് ആരും അത് മുഖവിലക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അന്ന് സുരേന്ദ്രൻ നേടിയ 3 ലക്ഷത്തിനടുത്ത് വോട്ടുകളിൽ നല്ലൊരു ഭാഗം എങ്ങോട്ട് പോകുമെന്ന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ പത്തനംതിട്ടയിലെ വിധിയെ വിലയിരുത്താൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ച വാർത്തകളാണ് LDF നേതാക്കൾ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ വിജയപ്രതീക്ഷ കൂട്ടിക്കൊണ്ടിരിക്കുന്നതും. സത്യത്തിൽ CPM-ന് തോമസ് ഐസക്കിൻ്റെ വരവ് മണ്ഡലത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തിരിക്കുന്നു എന്നതിൽ സംശയം വേണ്ട. വലിയ പുതുമകളൊന്നുമില്ലാത്ത ഈ മണ്ഡലത്തിൽ മുൻ MLA രാജു എബ്രഹാമിനെ എങ്ങാനും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ വിജയിച്ചു കയറാമായിരുന്നു എന്നും പറഞ്ഞ് തലയിൽ കൈവയ്ക്കുകയാണിപ്പോൾ ഇടതു പ്രവർത്തകർ. അതിൻ്റെ രോഷം തന്നെയാണ് ഈ തമ്മിലടി. ഇത് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ.